ഹലോ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കട്ടിയുള്ള മൈൽഡ് സ്റ്റീൽ ഷീറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റ് എങ്ങനെ നിർമ്മിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കും. ഈ എക്സസൈസിന് അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: ബെവലിംഗ് ഉപയോഗിച്ച് പ്ലേറ്റുകൾ തയ്യാറാക്കാൻ, റൂട്ട് ഗ്യാപ്പ് ടാക്ക് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ, ഹൊറിസോണ്ടൽ പൊസിഷനിൽ വീവിംഗ് ബീഡ് ഉപയോഗിച്ച് വെൽഡിംഗ് ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ, വെൽഡിൽ സർഫസ് ഡിഫക്ട്സുകൾ പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് GMAWന് ആവശ്യമായ ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സ്റ്റീൽ റൂൾ, ബോൾ പിൻ ഹാമർ, ഹാഫ് റൗണ്ട് ഫയൽ, ട്രൈ സ്ക്വയർ, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, കീ ആൻഡ് സ്പാനർ, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ആംഗിൾ ഗ്രൈൻഡർ, ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ, CO2 ഗ്യാസ് ഹീറ്റർ, ഷീൽഡിംഗ് ഗ്യാസ് ഹോസുകൾ, വെൽഡിംഗ് പവർ സോഴ്സ്, സ്ഥിരമായ സ്പീഡും വോൾട്ടേജും ഉറപ്പാക്കാൻ വയർ ഫീഡേഴ്സ്, സപ്ലൈ ഓഫ് ഇലക്ട്രോഡ് വയർ, വെൽഡിംഗ് ഗൺ, ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. ഇപ്പോൾ നമുക്ക് GMAW പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ പ്രീ വെൽഡിംഗ് പ്രിപ്പറേഷനുകളെ കുറിച്ച് നോക്കാം. സ്പെസിഫിക്കേഷൻ അനുസരിച്ച് MS പ്ലേറ്റ് 150 mm by 50 mm by 10 mm മുറിക്കുക. സ്പെസിഫൈഡ് ആംഗിളിൽ MS പ്ലേറ്റിന്റെ അരികുകൾ ബെവൽ ചെയ്യുക. ഓരോ ബെവൽഡ് അരികിലും 2 mm റൂട്ട് ഫേസ് ഗ്രൈൻഡ് അല്ലെങ്കിൽ ഫയൽ ചെയ്യുക. ജോയിന്റ് ചെയ്യുന്ന പീസുകൾ നന്നായി വൃത്തിയാക്കുക. പ്ലേറ്റിന്റെ മുകൾ വശത്തിനും ഗ്രൂവിന്റെ സൈഡ് വാളുകളിലും ജോയിന്റിന്റെ അടിവശത്തും പ്രത്യേക ശ്രദ്ധ നൽകുക. ഒരു 2 mm റൂട്ട് ഗ്യാപ്പ് വെച്ച് പ്ലേറ്റുകൾ സെറ്റ് ചെയ്യുക. 5 മുതൽ 8 mm മാക്സിമം 10 mm ഉള്ള ഒരു സ്റ്റിക്ക് ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 0.8 mm ഡയ വയറിന് 80 മുതൽ 90 ആംപെയർ കറണ്ട് സെറ്റ് ചെയ്യുക. പതിനെട്ട് മുതൽ 19 വോൾട്ടിൽ ആർക്ക് വോൾട്ടേജ് സെറ്റ് ചെയ്യുക. അന്തരീക്ഷ മാലിന്യങ്ങളിൽ നിന്ന് വെൽഡ് മെറ്റലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്യാസ് ഫ്ലോ റേറ്റ് 8 മുതൽ 10 LPM ഇടയിൽ സെറ്റ് ചെയ്യുക. 10 mm കട്ടിയുള്ള പ്ലേറ്റിൽ ട്രാൻസ്വേഴ്സ് ഡിസ്റ്റോർഷൻ ഒഴിവാക്കുന്നതിന് ജോയിന്റ് 183 ഡിഗ്രിയിൽ പ്രീസെറ്റ് ചെയ്യുക. 2 mm റൂട്ട് ഗ്യാപ്പോട് കൂടി പ്ലേറ്റിന്റെ പൊസിഷൻ സെറ്റ് ചെയ്യുക. തുല്യ അകലത്തിൽ ടാക്ക് വെൽഡ് ചെയ്യുക. ഇനി നമ്മൾ കാണുന്നത് GMAW ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ 10 mm കനമുള്ള MS പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ വെൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. വെൽഡിംഗ് ടേബിളിൽ ടാക്ക് വെൽഡ് ജോബ് സെറ്റ് ചെയ്യുക. ഏറ്റവും നല്ല റൂട്ട് പെനട്രേഷൻ ലഭിക്കുന്നതിന് സഞ്ചാര ദിശയിലേക്ക് തന്നെ ടോർച്ച് 5 ഡിഗ്രി മുതൽ 15 ഡിഗ്രി ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യുക. റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. സെക്കൻഡ് റണ്ണിന്റെ സമയത്ത് ഏതെങ്കിലും നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻ ഒഴിവാക്കുന്നതിന് കാർബൺ സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് റൂട്ട് റൺ വൃത്തിയാക്കേണ്ടത് വളരെ പ്രധാനമാണ്. സെക്കൻഡ് റണ്ണിന് വേണ്ടി കറണ്ട് 90-നും 100 ആംപെയറിനും ഇടയിലും ആർക്ക് വോൾട്ടേജ് 19-നും 20 വോൾട്ടിനും ഇടയിൽ സെറ്റ് ചെയ്യുക. റൂട്ട് റണ്ണിനോടുള്ള താരതമ്യത്തിൽ സെക്കൻഡ് റണ്ണിന് ചെറിയ തോതിലുള്ള സഞ്ചാര വേഗത നിലനിർത്തുക. അർദ്ധവൃത്താകൃതിയിൽ സൈഡ് ടു സൈഡ് വീവിംഗ് മൂവ്മെന്റ് ക്രസന്റ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ബീഡിന്റെ 2 അറ്റങ്ങളിൽ ഒരു തരത്തിലുമുള്ള അണ്ടർകട്ട് ഇല്ലാതെ ഫുൾ സൈഡ് വാൾ ഫ്യൂഷൻ നേടിയെടുക്കുക. ബീഡിന്റെ ഇരുവശത്തും ടോസിന്റെ അവസാനത്തിൽ ശരിയായതും തുല്യമായതുമായ ഫില്ലിംഗ് ലഭിക്കുന്നതിന് 1 മുതൽ 2 സെക്കൻഡ് വരെ സമയം പോസ് ചെയ്യുക. ശരിയായതും തുല്യവുമായ ബീഡ് പ്രൊഫൈലും 1 മുതൽ 1.5 മില്ലിമീറ്റർ വരെ റീഇൻഫോഴ്സ്മെന്റ് നിലനിർത്തുക.
എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് ജോയിന്റ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് GMAW പ്രോസസ് ഉപയോഗിച്ച് ഹൊറിസോണ്ടൽ പൊസിഷനിൽ ഒരു 10 mm പ്ലേറ്റിൽ സിംഗിൾ വി ബട്ട് ജോയിന്റിന്റെ പോഷനെ കുറിച്ചും ഇൻസ്പെക്ഷനെ കുറിച്ചും ചർച്ച ചെയ്യാം. വെൽഡ് സൈസും ജോയിന്റിന്റെ ഷേപ്പും ഒരുപോലെയാണെന്ന് പരിശോധിക്കണം. തുല്യ ലെഗ് ലെങ്ത് ഉറപ്പാക്കുക. വെൽഡ് ഏരിയ വൃത്തിയാക്കുക. ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് പോരായ്മകളെ കുറിച്ച് നോക്കാം. ക്രാക്ക്, സ്പാറ്റേഴ്സ്, ഓവർലാപ്പ്, improper fill. റീക്യാപ്പ്: ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചത് ഗ്യാസ് കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ഉപയോഗിച്ച് ബെവലിംഗ് ചെയ്ത് പ്ലേറ്റ്സ് തയ്യാറാക്കാൻ, ടാക്ക് വെൽഡ് ചെയ്ത് റൂട്ട് ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ, വീവിംഗ് ടെക്നീക്ക് ഉപയോഗിച്ച് റൂട്ട് റൺ, സെക്കൻഡ് റൺ, തേർഡ് റൺ ഡെപ്പോസിറ്റ് ചെയ്യാൻ, വെൽഡ് ഇഫക്ട്സുകൾ പരിശോധിച്ച് വൃത്തിയാക്കാൻ. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.